പിച്ചക്കാശ് രാജപദവി. ശരിക്കും അതുപോലാണോ അവരുടെ ലൈഫ്? ഒരു പരിധി വരെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ലൈഫിൽ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന കുറച്ച് സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനോ ഒന്ന് പുഷ് ചെയ്ത് വിടാനോ നമ്മൾ പലരും പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. അതിൽ മിക്കവരും ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സിനിമയുടെ ഏതെങ്കിലും പർട്ടിക്കുലർ സീൻ എടുത്ത് വെച്ച് കാണുക, അങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ, അതല്ലെങ്കിൽ മെജോറിറ്റി ആൾക്കാരുടെയും ലിസ്റ്റിലുള്ള ഒരു സിനിമയാണ് വിക്രമാദിത്യൻ. വിക്രമാദിത്യത്തിലെ ആ ഒരു ക്ലൈമാക്സ് സീൻ നമ്മൾ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ സിനിമയുടെ ക്ലൈമാക്സിൽ ആ സീനിൽ കമന്റ് സെക്ഷൻ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് ഞാൻ ഡെസ്പ് അടിച്ചിരിക്കുമ്പോൾ ഈ സീൻ കണ്ടപ്പോൾ ഞാൻ മോട്ടിവേറ്റഡ് ആയി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിന് ദുൽഖർ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു പൊസിഷനിലേക്ക് എത്തുന്നത്. അതേ നമ്മൾ റിയൽ ലൈഫിലേക്ക് വരുവാണെങ്കിൽ ഏതൊരു പ്രൊഫഷനിലേക്ക് അല്ലെങ്കിൽ ഒരു എക്സാം ക്ലിയർ ചെയ്യണമെങ്കിൽ പോലും 2, 3, 4 വർഷം വരെ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് പഠിച്ചിട്ടായിരിക്കും എല്ലാവരും ആ എക്സാം ക്ലിയർ ചെയ്ത് ആ ഒരു പ്രൊഫഷനിലേക്ക് കയറുന്നത്. ഇനി ആ ഒരു പ്രൊഫഷണൽ ലൈഫിലേക്ക് കയറി കഴിയുമ്പോൾ എല്ലാ പ്രൊഫഷനിലും വർക്ക് ചെയ്യുന്നവരുടെ ലൈഫ് ഒരുപോലെ ആയിരിക്കും പോകുന്നത്? ഒരിക്കലും ആയിരിക്കില്ല അല്ലേ? അതായത് IT-യിൽ വർക്ക് ചെയ്യുന്നവരുടെ ലൈഫ് പോലെ ആയിരിക്കില്ല ഒരിക്കലും ഒരു ടീച്ചിങ് പ്രൊഫഷനിലുള്ളവരുടെ ലൈഫ്. എല്ലാ പ്രൊഫഷനിലും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആ പ്രൊഫഷൻ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഞാൻ ജനിച്ചു വളർന്ന ഒരു സാഹചര്യത്തിൽ എൻ്റെ ചുറ്റുമുള്ളവരിൽ നിന്ന് ഞാൻ കണ്ടും കേട്ടും വളർന്നതായ കാര്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ പോലീസുകാരുടെ ലൈഫ് എങ്ങനെയാണ്, അവരുടെ ലൈഫ് പോലീസ് എന്ന് പറയുന്ന ആ ഒരു പ്രൊഫഷൻ അഫക്റ്റ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ കരുതി. അപ്പൊ പോലീസുകാരുടെ ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു ഡയലോഗ് എന്താ പറയുമോ, നമ്മുടെ ഹൃദയത്തിലെ ഒരു ഡയലോഗ് ഉണ്ട്, പട്ടിപ്പണി പിച്ചക്കാശ് രാജപദവി. ശരിക്കും അതുപോലാണോ അവരുടെ ലൈഫ്? ഒരു പരിധി വരെയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലേ? അപ്പോൾ എല്ലാ പ്രൊഫഷൻസിനെയും 100% ബഹുമാനിച്ചുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അതായത് ഇപ്പം നമ്മൾ IT-യിൽ വർക്ക് ചെയ്യുന്നവരുടെ കാര്യം എടുക്കുവാണെങ്കിൽ അവർക്കും കുറേ പ്രശ്നങ്ങളുണ്ട്. ടീച്ചിങ് ലൈഫിലാണെങ്കിൽ അവർക്കും പ്രശ്നങ്ങളുണ്ട്. എല്ലാവർക്കും അവരുടേതായ പ്രൊഫഷണലി പ്രോബ്ലംസ് ഉണ്ടാവും. ഒപ്പം നോക്കുവാണെങ്കിൽ IT-യിൽ വർക്ക് ചെയ്യുന്നവർക്ക് സ്ട്രെസ്സാണ്. അവരുടെ സ്ട്രെസ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. എല്ലാവരും പറയുന്നത് തന്നെ സ്ട്രെസ് ഭയങ്കരമാണ്. പക്ഷെ അവർക്ക് സാലറി ദേ ആർ വെൽ പെയ്ഡ്. അവർക്ക് ലീവോ, അവർക്കൊരു മെയിൽ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ലീവ് ഉണ്ട്. നമ്മൾ ടീച്ചിങ് പ്രൊഫഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്റ്റുഡൻസിന് കിട്ടുന്ന പോലെ ലീവ്സും അവർക്ക് കിട്ടുന്നുണ്ട്. സാറ്റർഡേ സൺഡേ ഹൈസ്കൂളിൻ്റെ കാര്യമാണ് പറയുന്നത്. പൊതുവെ ജനറലി പറയുകയാണ്, ലീവ്സിൻ്റെ കാര്യമാണെങ്കിലും സാലറി ആണെങ്കിലും സ്ട്രെസ് അവർക്കുണ്ട്. ഒബ്വിയസ്ലി പിള്ളേരെ പഠിപ്പിക്കാം. ഇനി പോലീസുകാരെ നമ്മൾ ഈ ഒരു പ്രൊഫഷനിലേക്ക് വരുമ്പം അവർക്ക് ശരിക്കും അവർ ചെയ്യുന്ന ആ ജോലിക്കുള്ള സാലറി അവർക്ക് കിട്ടുന്നുണ്ടോ? അവർക്ക് പ്രോപ്പറായിട്ടുള്ള ലീവ്സ് കിട്ടുന്നുണ്ടോ? വീക്ക്ലി 1 ഡേ ഓഫെങ്കിലും അവർക്ക് കിട്ടുന്നുണ്ടോ? ഒട്ടുമിക്കവർക്കും തന്നെ കിട്ടുന്നില്ല. 24/7 വർക്ക് ചെയ്യുന്നവർ വരെ ഉണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് പോലീസ്. പക്ഷേ ആർ ദേ പെയ്ഡ് വെൽ? അതാണ് ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോയുടെ ചോദ്യം എന്ന് പറയുന്നത് തന്നെ മെയിൻ ഉദ്ദേശം അതാണ്. ഇനി ഏതൊരു കലാമിറ്റീസ്, അതിപ്പോൾ നമ്മുടെ കോവിഡ് വന്നപ്പോഴായിക്കോട്ടെ, പ്രളയം വന്നപ്പോഴായിക്കോട്ടെ, നമ്മളെല്ലാവരും അപ്പം പോലുമാണ് ഞാൻ തന്നെ ചിന്തിച്ചത് അവർ ശരിക്കും അവർക്ക് അവരുടെ പേ ചെയ്യുന്നുണ്ടോ എന്ന്. അതിനു മുമ്പ് വരെ പോലീസുകാരെ കാണുമ്പോൾ പോലീസ് അത്ര ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കോവിഡ് വന്ന സമയത്തായിക്കോട്ടെ, പ്രളയം വന്ന സമയത്തായിക്കോട്ടെ, എല്ലാവർക്കും, എല്ലാ പ്രൊഫഷനിലുള്ളവർക്കും, അതായത് ഒരിക്കലും വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന ഒരു സാധനം ഫ്രഷർ അല്ലെങ്കിൽ ജൂനിയർ ഡെവലപ്പേഴ്സിന് പോലും കിട്ടാത്ത ഒരു സിറ്റുവേഷനിൽ എല്ലാവർക്കും ആ ഒരു വർക്ക് ഫ്രം ഹോം, ഈവൻ ടീച്ചേഴ്സിന് പോലും ഓൺലൈനിൽ പഠിപ്പിക്കാൻ പറ്റുന്നു. എല്ലാം ഓൺലൈനിലായ കാലഘട്ടത്തിൽ ഇവർ ഫീൽഡിൽ ഇറങ്ങിയില്ലെങ്കിൽ, ഇവർ മാത്രമല്ല മെഡിക്കൽ ഫീൽഡിലുള്ളവരെയും പറയാണ്, എന്നാലും ഡോക്ടേഴ്സൊക്കെ ഓൺലൈൻ അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇവർ ഫീൽഡിൽ ഇറങ്ങി പണിതില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇവർക്ക് ഓൺലൈൻ അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന ആ ഒരു ചോയ്സ് ഒരിക്കലും പോലീസുകാരുടെ അവരുടെ കംപ്ലീറ്റ് എൻ്റയർ ലൈഫിൽ അവർക്ക് കിട്ടാൻ പോകുന്നില്ലാത്തൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മളൊരു 10 പോലീസുകാരെ എടുക്കുവാണെങ്കിൽ, പോലീസുകാരുടെ കാര്യം എടുക്കട്ടെ, നമ്മളിപ്പോൾ ഒരു 10 ആപ്പിൾ എടുത്തു കഴിഞ്ഞാൽ അത് 2 എണ്ണം ചീഞ്ഞതാണ്. നമ്മൾ ചീഞ്ഞതിൻ്റെ കാര്യം പറയുമോ, ആ 8 നല്ല ആപ്പിളിൻ്റെ കാര്യം പറയുമോ? നമ്മളെപ്പോഴും 2 എണ്ണം ചീഞ്ഞു പോയി അത് മാത്രമേ നമ്മൾ പറയത്തുള്ളൂ. അതുപോലെ തന്നെയാണ് പോലീസുകാരുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും 10 പേരുടെ ഒരു 2 or 3 പേര് എന്തെങ്കിലും ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു നല്ലതല്ലാത്ത കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് മാത്രം ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ. പക്ഷെ ആ നല്ലത് ചെയ്തതോ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ ചെയ്ത പോലീസുകാരുടെ കാര്യമൊന്നും നമ്മളാരും പറയുക പോലും ഉണ്ടാവില്ല. ഈവൻ മീഡിയ ആണെങ്കിൽ പോലും ചീത്ത കാര്യം അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉള്ള കാര്യം ഫ്രണ്ട് പേജിൽ ഫസ്റ്റ് വലിയ അക്ഷരത്തിൽ കൊടുക്കുകയും മോശം അല്ലെങ്കിൽ ഒന്നും ചെയ്യാത്ത എന്തെങ്കിലും നല്ലത് ചെയ്ത കാര്യങ്ങൾ ഏറ്റവും അകത്തെ പേജിൽ ഒരു ചെറിയ കോളത്തിൽ ഒതുക്കിക്കളയും. അത് നമ്മുടെ മനുഷ്യ സഹജമായ കാര്യമാണ്. നല്ലതിനെ നമ്മൾ അത്ര പെട്ടെന്ന് എടുക്കില്ല, പക്ഷെ ചീത്തതിനെ നമ്മൾ എടുത്തിട്ട് അതിനെങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യും. അപ്പോൾ ഏതൊരു കാര്യം എടുത്താലും അതിന് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ആ ഒരു നല്ലത് ചെയ്യുന്നവരെയും കൂടെ കുറച്ച് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടതാണ്.
അപ്പം നിങ്ങൾ കുറേ പേര് ഇപ്പം ചിന്തിക്കുമായിരിക്കും, പോലീസ് എന്ന് പറയുന്നത് തന്നെ ഒരു സർവീസ് അല്ലേ, അവർക്കത് സർവീസായിട്ട് കണ്ടാൽ പോരെ, ഈ കൊറോണ വന്നപ്പോഴും പ്രളയം വന്നപ്പോഴും എല്ലാം അവർ പോയി ചെയ്തത് അവരുടെ സർവീസ് അല്ലേ എന്ന്. സർവീസാണ് എന്നും പറഞ്ഞ് അവരുടെ വീട്ടിലെ കഞ്ഞിക്കലത്തിൽ കഞ്ഞി വേണമെന്നുണ്ടെങ്കിൽ നമ്മളാരും നിങ്ങൾ സർവീസ് ചെയ്യുമല്ലേ, ഞങ്ങളും സർവീസ് പോലെ നിങ്ങൾക്കും സാധനം തരാം, അല്ലെ സ്വന്തം ഭാര്യേനെ അമ്മേനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്ന സിറ്റുവേഷനിൽ ഹോസ്പിറ്റലുകാർ ഒരിക്കലും പറയില്ല നിങ്ങൾ സർവീസ് ചെയ്യുമല്ലേ, ഞങ്ങൾ ഫ്രീ ആയിട്ട് സർവീസ് ചെയ്യുന്നത്. കാശ് വേണ്ടെടുത്ത് അവർക്കും കാശ് തന്നെ വേണം അല്ലേ. അല്ലാത്ത നമുക്ക് സോഷ്യൽ സർവീസ് ആണെന്ന് പറഞ്ഞാൽ നമ്മളാരും പോലീസുകാരെ കാണുമ്പം യുഎസ് ആരെന്നും പറഞ്ഞാൽ നമ്മളൊന്നും ചെയ്യാൻ പോകുന്നില്ല. അവരുടെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിന് അവർക്കൊരിക്കലും അതിനെ ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാനോ ഒന്നും പറ്റില്ല. അവർക്ക് അവരുടെ മുകളിലുള്ളവരുടെ ഇത് കാണും, പ്രഷർ കാണും, പൊളിറ്റിക്കൽ പ്രഷർ കാണും, മുകളിലുള്ളവർ പറയുന്നത് കേൾക്കണം. അതായത് നമ്മൾ തന്നെ, അതായത് ഓൺ കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന പ്രൊഫഷനിൽ ഓൺ ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഇടുക എന്നുള്ളത്. ഞാൻ എൻ്റെ പ്രൊഫഷനിൽ ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിയുമ്പം അതിനവർക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇത് തന്നെ നമ്മളിപ്പോൾ ടീച്ചിങ് പ്രൊഫഷനിൽ വരുവാണെങ്കിൽ നമ്മൾ പറയും ഓരോ ടീച്ചേഴ്സും പഠിപ്പിക്കുന്നത് പല രീതിയിലാണ്. ചിലരെ പഠിപ്പീര് നമുക്ക് ഇഷ്ടപ്പെടും, ചിലരെ പഠിപ്പീര് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അവരുടെ കോൺട്രിബ്യൂഷൻ ഇട്ടാണ് ഓരോ സ്റ്റുഡൻസിനെയും പഠിപ്പിക്കുന്നത്. IT വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലോ അവരൊരു സംഭവം ചെയ്യുമ്പോൾ അവരുടെ ലോജിക്കാണ്, സ്വന്തമായിട്ട് വരുന്ന ലോജിക്കാണ് അവരിടുന്നത്. അതിനൊക്കെ പോലീസുകാർക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അവർക്ക് എന്തെങ്കിലും ഇപ്പം ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അതിനിങ്ങനെ ചെയ്യണോ, അവർക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് അവരൊരു നമുക്ക് പറയാം ഒരു ബോക്സിനകത്താണ്, ആ ബോക്സിന്റെ പുറത്ത് വന്ന് നിന്നിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഔട്ട് ഓഫ് ദി ബോക്സ് ചിന്തിക്കുമെന്ന് നമ്മൾ പറയും, പക്ഷെ അവരുടെ കേസിൽ അത് പോസിബിൾ അല്ല. ഇപ്പം എന്തൊരാവശ്യം വന്നു കഴിഞ്ഞാലും, അതിപ്പം നമ്മുടെ ഒരു കലാമിറ്റി, അതായത് കോവിഡോ പ്രളയമോ വന്നു കഴിഞ്ഞാലും, ഇലക്ഷൻ ഡ്യൂട്ടി അങ്ങനെ ഇലക്ഷനുമായിട്ട് വന്നു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ഒരു ക്രൗഡ് മാനേജ്മെൻറ്റ്, അതായത് ശബരിമലയിലൊക്കെ പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ഈ ക്യാമ്പിൽ നിന്നുള്ള പോലീസുകാരാണ് നമുക്ക് അവിടെയൊക്കെ കാണാൻ സാധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഓൾ കേരള എവിടെ ഡ്യൂട്ടി ഇട്ട് കഴിഞ്ഞാലും ഇവരവിടെ പോയി വർക്ക് ചെയ്യണം. അപ്പം ഇവരുടെ ഈ ക്യാമ്പിൽ നിന്ന് അവിടെ വരെ പോകുന്ന ആ ഒരു എക്സ്പെൻസ് ഒക്കെ അവർ തന്നെ നോക്കണം. ചിലപ്പോൾ അവർക്കത് തിരിച്ചു കിട്ടാം, ചിലർക്ക് കിട്ടാതെയും ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ക്യാമ്പിൽ നിന്നുള്ളവർ തന്നെ ഇവർ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ ഓക്കെ കുഴപ്പമില്ലെന്ന് പറയാം. പക്ഷെ ഇവരെ ഒരു ഡെയിലി ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ എക്സ്പെൻസ്, അതുപോലെ തന്നെ ഒരു പ്രതിനെ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സ്റ്റേഷനിൽ നിന്ന് കോടതിയിൽ കൊണ്ടുപോയി ഹാജരാക്കേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പോൾ ആ സ്റ്റേഷനിൽ നിന്ന് കോടതിയിൽ കൊണ്ടുപോയി പ്രതിയുടെ ചെലവ് എടുത്ത് പ്രതിക്ക് ഭക്ഷണവും മേടിച്ചു കൊടുത്ത് കോടതിയിൽ നിന്ന് തിരിച്ച് ആ സ്റ്റേഷനിൽ തന്നെ പ്രതിനെ കൊണ്ടുവരുന്നുള്ള ചെലവ് ഈ പോലീസുകാരൊക്കെ തന്നെ എടുക്കും. ചിലപ്പം നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് കിട്ടുമായിരിക്കും, ചിലർപ്പം അവരവരുടെ കയ്യിൽ നിന്ന് തന്നെ ചിലർ തിരിച്ച് ചോദിക്കത്തും ഇല്ലായിരിക്കും മേ ബി. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഡെയിലി, അതായത് ഈ പെട്രോൾ അടിച്ച് ഇവർ ഡെയിലി പല സ്ഥലത്തേക്ക് പോകുമ്പോൾ അവരുടെ ഒരു എക്സ്പെൻസ് ഒരു ദിവസം എത്ര രൂപയോളം വരാനുള്ള സാധ്യതയുണ്ട് അല്ല. ചില കേസിൽ 800-500 ഒക്കെ വരും. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് മന്ത്ലി കിട്ടുന്ന സാലറിയും ഈ ഒരു എക്സ്പെൻസും കൂടെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തമ്മിലുള്ള ഒരു ബന്ധം നമുക്ക് പലർക്കും ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ ഒരു വീഡിയോയിലൂടെ എൻ്റെ ഒരു ചോദ്യം അല്ലെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത്, അവർ ചെയ്യുന്ന ആ ഒരു ജോലിക്ക് അവർക്ക് കിട്ടുന്ന സാലറി അവർക്ക് അത്രയും മതിയോ? ആർ ദേ പെയ്ഡ് വെൽ? അതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ നമ്മുടെ ഒരു മെയിൻ ചോദ്യം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും റിയൽ ലൈഫിൽ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറീസോ അല്ലെങ്കിൽ റിയൽ ലൈഫിലുള്ള പോലീസുകാരുടെ എന്തെങ്കിലും കഥകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാ പ്രൊഫഷനിലുള്ളവർക്കും വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉള്ളപ്പം മെഡിക്കൽ ഫീൽഡിലും പോലീസുകാർക്കുമാണ് അത് ഇതുവരെ അവർ എക്സ്പീരിയൻസ് ചെയ്യാത്തത് ഈ രണ്ട് ഫീൽഡുകാരുമാണല്ലേ. അപ്പോൾ ഈ പോലീസുകാർ ഒരൊറ്റ ദിവസത്തേക്ക് ഓൾ കേരളയിലുള്ള എല്ലാ പോലീസുകാരും ഈവൻ ട്രാഫിക് എല്ലാവരും കൂടെ പറയാണ് ഇന്നൊരു ദിവസത്തേക്ക് ഞങ്ങൾ വർക്ക് ഫ്രം ഹോമിൽ പോവാണ്. ലോജിക്കലല്ല, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ ചോദിക്കുവാണ്. അവർ പറയുകയാണെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കോൾ ചെയ്താൽ മതി, ഞങ്ങൾ മീറ്റിംഗ് അറേഞ്ച് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ നാടിൻ്റെ അവസ്ഥ? അതായത് ക്രമസമാധാനം കാത്തു സൂക്ഷിക്കേണ്ടവർ ഒരു ദിവസത്തേക്ക് വി വിൽ ബി ഇൻ ഓൺലൈൻ, ഞങ്ങൾ നിരത്തിലിറങ്ങുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം അല്ലേ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.